എല്ലാ ദിവസവും നാട്ടുവോട്ട് കേരളത്തിന്റെ 14 ജില്ലകളിലും സമഗ്രമായി തന്നെ ജില്ലാ പഞ്ചായത്തുകളുടെയും നഗരസഭകളുടെയും ഒപ്പം തന്നെ ഗ്രാമപഞ്ചായത്തുകളുടെയൊക്കെ കക്ഷിനില എങ്ങനെയാണ്, അവർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് എന്ന് കൃത്യമായി തന്നെ പരിശോധിക്കും. ഇന്ന് നമ്മൾ നേരെ പോകുന്നത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്കാണ്. 3-2 ഭൂരിപക്ഷത്തിൽ LDF ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്താണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ LDF വലിയ ആത്മവിശ്വാസത്തിലാണ്. ആനുകൂല്യവും ഗുണമാകുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. ഭരണസമിതിയുടെ അവകാശവാദങ്ങൾ പൊള്ളയാണെന്ന് UDFും ആരോപിക്കുന്നു. കൂടുതൽ സീറ്റുകളോടെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അധികാരത്തിൽ വരാൻ കഴിയുന്ന രാഷ്ട്രീയമായ സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 5 വർഷക്കാലം ജില്ലാ പഞ്ചായത്ത് നടത്തിയ വികസന നേട്ടങ്ങളെ വളരെ അഭിമാനത്തോടുകൂടി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം UDFന് ഏറ്റവും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതിന് കാരണം ജില്ലാ പഞ്ചായത്തിന് തനത് ഫണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പദ്ധതികൾക്കോ രൂപീകരിക്കാൻ ഈ ജില്ലാ പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല. വികസന പ്രവർത്തനങ്ങൾ ഒരു രീതിയിലും ഏകോപിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം ഉണ്ടായിരുന്നു. കോഴിക്കോട് നിന്ന് മുഹമ്മദ് അസ്ലം ചേരുകയാണ്. അസ്ലം, പ്രധാനമായും ദുൽഫിഖിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷ ഉണ്ട് എന്ന് അവർ പറയുന്നു. അപ്പോൾ നമുക്ക് 3-2 ഭൂരിപക്ഷം LDFന് നിലവിൽ അവിടെ ഉണ്ട്. ജില്ലാ പഞ്ചായത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം പ്രതീക്ഷിക്കാമോ? മറ്റൊന്ന്, ജില്ലാ പഞ്ചായത്തിന്റെ ഈ പ്രധാന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? UDF അംഗങ്ങൾ ജില്ലാ പഞ്ചായത്തിനെ ഭരണസമിതിയെ ഓഡിറ്റ് ചെയ്യാനായോ? ഈ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം, രാഷ്ട്രീയ കാലാവസ്ഥ ഈ മണിക്കൂറുകളിൽ അത്ര നല്ലതല്ല. ഈ മുന്നണി സംവിധാനങ്ങളിൽ വെച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് LDFന്റെ ഉള്ളിൽ പോലും വലിയ രീതിയിലുള്ള അതൃപ്തിയൊക്കെ പുകയുന്ന ഒരു സമയം കൂടിയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ജില്ലാ പഞ്ചായത്തിനെ ഒന്ന് വിലയിരുത്താൻ കഴിയുക? മറ്റു വിശദാംശം. സംസ്ഥാന രാഷ്ട്രീയം പോലെ പൂർണ്ണമായും ആ അർത്ഥത്തിലായിരിക്കില്ല തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ചർച്ചകളിലേക്ക് വരിക. പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചും പഞ്ചായത്ത് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ, അവിടുത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കായിരിക്കും മുന്നോട്ട് പോകുക. അതുകൊണ്ട് തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ എല്ലായ്പ്പോഴും LDFനുള്ള ഒരു മേൽക്കോയ്മ, ഒരു മുൻതൂക്കം ഇത്തവണ നിലനിർത്താൻ കഴിയുമെന്ന് തന്നെയാണ് ശരിക്കും പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ 3-2 ഭൂരിപക്ഷം 27 സീറ്റുകൾ 18 സീറ്റുകളുടെ ഭൂരിപക്ഷത്തിലാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് LDF ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസം അവരെ സംബന്ധിച്ചുണ്ട്. വികസന പ്രവർത്തനങ്ങളിലേക്ക് അവർ പോവുകയാണെങ്കിൽ പ്രധാനമായും സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമാണ് ജില്ലാ പഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അജണ്ട. അതുകൊണ്ട് തന്നെ വിവിധ സ്ഥലങ്ങളിൽ പഞ്ചായത്തുകൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളും മറ്റ് സ്കൂളുകളൊക്കെ തന്നെ വികസന പ്രവർത്തനങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ഉയർത്താൻ കഴിഞ്ഞ കാര്യത്തിൽ മാത്രമല്ല തരിശുരഹിത കോഴിക്കോട് എന്ന് പറയുന്ന പദ്ധതിയിലൂടെ നിരവധി സ്ഥലങ്ങൾ, തരിശായി കിടന്ന സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാൻ കഴിഞ്ഞ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ മാത്രമല്ല സാമൂഹ്യ മേഖലയിൽ മാനസികാരോഗ്യത്തിന് വേണ്ടി ഒരു പ്രത്യേക മിഷൻ തന്നെ സ്ഥാപിച്ച് നടപ്പിലാക്കുക തുടങ്ങിയ വ്യത്യസ്തമായ പരിപാടികൾ, പദ്ധതികൾ, വികസന പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് ശ്രദ്ധേയമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ട് നിരവധി അവാർഡുകൾ സംസ്ഥാന സർക്കാരിന്റെ അടക്കം നിരവധി അവാർഡുകൾ, ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തിൽ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസം ഇക്കാര്യത്തിലുണ്ട്. മാത്രമല്ല എപ്പോഴുമുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ LDFനൊപ്പം നിൽക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയ സാഹചര്യം അനുകൂലമായി തന്നെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ കഴിഞ്ഞ പോലെ തന്നെ 3-2 ഭൂരിപക്ഷത്തോടെ ജില്ലാ പഞ്ചായത്ത് നിലനിർത്താൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം തന്നെയാണ് LDF പ്രകടിപ്പിക്കുന്നത്. അതേസമയം UDF ഉന്നയിക്കുന്ന കാര്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ സാഹചര്യങ്ങൾ പൊതുവെ മാറുകയാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ സാഹചര്യം മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇത് പ്രതിഫലിക്കുമെന്ന് അവർ പറയുന്നുണ്ട്. കാരണം നിലവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വടകര മേഖലയിൽ ഈ പയ്യോടിയും നാദാപുരവും മാത്രമാണ് 2 ജില്ലാ പഞ്ചായത്ത് UDFനുള്ളത്. അത് ബാക്കിയെല്ലാം കിഴക്കൻ മേഖലയിലാണ്. ഇത്തവണ അത് മാറും. വടകരയിൽ ഷാഫി ഫാക്ടറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അലയടിക്കുമ്പോൾ സ്വാഭാവികമായും എണ്ണം മാറും. അതുകൊണ്ട് തന്നെ 2010 ഏറ്റവും മികച്ചൊരു അവസ്ഥയിലേക്ക് വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കും. മാത്രമല്ല വികസന പ്രവർത്തനങ്ങൾ, ആസ്പെറ്റോസ് ഷീറ്റുള്ള സ്കൂളുകളുള്ള ഒരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ അവകാശവാദങ്ങളൊന്നും പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നും പറയുന്നു. എന്തായാലും ശക്തമായ പോരാട്ടം നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോഴും LDFന് ഒരു മേൽക്കൈ മുൻതൂക്കം ഉണ്ടാകാൻ തന്നെയുള്ള സാധ്യത തന്നെയാണ് നിലവിൽ നമുക്ക് പറയാനുള്ളത്. ഏതായാലും LDFന് ഒരു മുൻതൂക്കം തന്നെയാണ് അസ്ലം കോഴിക്കോട് നിന്നും പ്രവചിക്കുന്നത്. 27 ഡിവിഷനുകളുണ്ട് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ. അപ്പോൾ ഏത് തരത്തിലുള്ള ഒരു മാറ്റമായിരിക്കും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ പ്രതിഫലിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. നമ്മൾ